അതില്ലേ, എനിക്കിനോടൊരു കാര്യം പറയാനുണ്ട്. നീ ഇത് കേട്ടേ പറ്റൂ. നിന്റെ അടിവസ്ത്രം കട്ടുണ്ടായി മണപ്പിക്കേണ്ട ഭ്രാന്തൊന്നും എനിക്കില്ല. എനിക്കിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതാ അതിൻ്റെ പുറകെ നടന്ന്. അന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അതിൻ്റെ തുണിയൊക്കെ എടുത്ത് ഞാനന്ന് സമ്മതിക്കേണ്ടി വന്നത്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാ സത്യം. ആന്താ ബാബുട്ടാ, നിങ്ങൾ പുരപ്പണി ഞാക്കലാന്ന് പൈലെന്തൊരു മാറ്റം? സുരേഷേ ഓട്ടോ പണി എനിക്ക് തന്നെ തരാം, പക്ഷെ ഇപ്പം പണിക്കുണ്ടാകും. ആന്ത് വർത്താനം ബാബുട്ടാ, ഞാനിവന് ഷെയർ ആയിട്ടില്ലേ പുരപ്പണി എടുക്കുന്നത്? സത്യം പറയാമല്ലോ സുരേഷേ, ഇവനെ പോലത്തെ ഒരു നരമ്പ് രോഗി എൻ്റെ പുരപ്പണി എടുക്കുന്നത് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ വേണ്ടാത്ത വർത്താനം പറയുന്നത്. എനിക്ക് വിനുവിന് ചെറുപ്പത്തിലേ അറിയാം, ഓനാ ചെയ്യാല. ഇനി ഓൻ്റെ വക്കാലത്തൊന്നും പിടിക്കണ്ട, എനിക്ക് പണി വേണോ ഞാൻ ഒഴിവാക്കിയേക്ക്. സുരേഷ് ഏട്ടാ, എൻ്റെ കാര്യങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഈ പണിയെടുക്കാൻ നോക്ക്. അയാളോട് പോകാൻ പറ, നിങ്ങൾക്ക് വേറെ പണിയിട്ടില്ല. വേണ്ടെന്ന്. സുരേഷേ, ഇതെൻ്റെ മാത്രം തീരുമാനമല്ല. എനിക്ക് ഈ നാട്ടിൽ പണി കിട്ടണേക്ക് ആ ഞരമ്പ് രോഗി ചക്കൻ അങ്ങ് ഒഴിവാക്കിയേക്ക്.